അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറി അമേരിക്കയും ട്രംപും നടത്തിയ യുദ്ധസമാന നീക്കത്തിന്റെ ഞെട്ടൽ ലോകത്തിന് വിട്ടുമാറിയിട്ടില്ല. ലാറ്റിൻ അമേരിക്കയിലും കരീബിയൻ മേഖലയിലും ആധിപത്യം ഉറപ്പിക്കാനുള്ള അമേരിക്കൻ തന്ത്രത്തിന്റെ ഏറ്റവും ഒടുവിലെ തീവ്ര ഇടപെടലാണ് വെനസ്വേലയിൽ കണ്ടത്. അതിന്റെ അടുത്ത ഘട്ടം എന്ന് വിലയിരുത്താനാകും വിധം കൊളംബിയ അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ആക്രമിക്കും എന്ന ഭീഷണി കൂടി ട്രംപിൽ നിന്നുണ്ടായിരിക്കുന്നു. വെനസ്വേലയിൽ നിന്നുള്ള ലഹരി സംഘങ്ങൾ അമേരിക്കയിലേക്ക് നടത്തുന്ന ലഹരിക്കടത്തിന് നിക്കോളാസ് മഡൂറോ ഒത്താശ ചെയ്തു എന്നാണ് ട്രംപിന്റെ ആരോപണം. പക്ഷേ അത് വെറുമൊരു പറച്ചിലാണെന്ന് ലോകത്തിനാകെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ലോകത്തെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശേഖരത്തിലാണ് അമേരിക്ക കണ്ണുവെച്ചിരിക്കുന്നത് എന്ന് ട്രംപിൻ്റെ ആദ്യ പ്രതികരണത്തിൽ നിന്ന് ലോകം തിരിച്ചറിയുകയും ചെയ്തു. വെനസ്വേലയിൽ ഇനി എന്താകും? അമേരിക്കയ്ക്ക് വഴങ്ങിയില്ലെങ്കിൽ അവരെ പൂർണ്ണമായും പിടിച്ചടക്കുമോ? ആദ്യം ആരുടെ സ്രാപ്പ് കാണാം. കൊളംബിയയെ ആക്രമിക്കാനുള്ള നല്ല സമയമാണിതെന്നാണ് ട്രംപിന്റെ വാദം. യുഎസിലേക്ക് കൊക്കൈൻ വ്യാപകമായി ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് കൊളംബിയ എന്ന് ട്രംപ് ആരോപിച്ചു. മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയും യുഎസ് ആക്രമിക്കാനുള്ള സാധ്യത ട്രംപ് തള്ളിക്കളയുന്നില്ല. മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് ലഹരി ഒഴുകുകയാണ്. ഇങ്ങനെ പോയാൽ മെക്സിക്കോയിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു. ക്യൂബ സ്വയം തകർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണെന്നും അമേരിക്ക ഇടപെടേണ്ടി വരില്ലെന്നും ട്രംപ് പ്രതികരിച്ചു. വാഷിംഗ്ടണിനെ ധിക്കരിക്കുന്നത് തുടർന്നാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് വെനസ്വേലയുടെ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റ ഡെൽസി റോഡ്രിഗസിനുള്ള ട്രംപിന്റെ മുന്നറിയിപ്പ്. ആദ്യം ഡെൽസിയുമായി സഹകരിക്കുമെന്ന് സൂചിപ്പിച്ചുവെങ്കിലും ട്രംപ് പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. ഡെൽസിക്ക് വെനസ്വേലൻ സൈന്യം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ് അമേരിക്കൻ നടപടിയെന്ന് അധികാരമേറ്റ ശേഷം ഡെൽസി ആരോപിച്ചു. വെനസ്വേലൻ ഭരണഘടനാ പ്രകാരം പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവ് വന്നാൽ 30 ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണം. എന്നാൽ മഡൂറോയുടെ അഭാവം താൽക്കാലിക മാത്രമാണെന്ന കോടതിയുടെ നിരീക്ഷണം അദ്ദേഹത്തിന്റെ മോചനം വരെ ഡെൽസി തന്നെ തുടരുന്നതിന് സാധ്യതയൊരുക്കും എന്നും വിലയിരുത്തലുകളുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് ഡാറ്റ ഷീറ്റിൽ പരിശോധിക്കാം. അട്ടിമറിയിലൂടെ ട്രംപ് ലക്ഷ്യമിട്ടത് എന്തെന്നാണ് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് വെനസ്വേലയിൽ കൂടുതൽ അധികാരം ഉറപ്പാക്കുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ലാറ്റിൻ അമേരിക്കയിലെ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങളെ ഇല്ലാതാക്കുക എന്നത് രണ്ടാമത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം. മഡൂറോയെ മാറ്റുന്നതിലൂടെ ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനം ആ മേഖലയിൽ ഇല്ലാതാക്കുക എന്നത് ട്രംപ് ലക്ഷ്യമിട്ടു. ഫ്ലോറിഡയിലടക്കമുള്ള മഡൂറോ വിരുദ്ധ വെനസ്വേലൻ കുടിയേറ്റക്കാരുടെ പിന്തുണ ഉറപ്പാക്കുക എന്നതും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമാണ്. ഉപരോധം വഴി സമ്പദ്വ്യവസ്ഥ തകർത്ത് ജനങ്ങളെ മഡൂറോക്കെതിരെ ായിരുന്നു ട്രംപിൻ്റെ നീക്കം. തിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ നീക്കം. മഡൂറോ വിരുദ്ധർ ഒരു ഭാഗത്തും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും മറുഭാഗത്തുമായിട്ടാണ് അവിടെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. സ്വേച്ഛാധിപത്യത്തിൽ നിന്നുള്ള മോചനമായി മഡൂറോ വിരുദ്ധർ മാറ്റത്തെ കാണുകയാണ്. അവിടെ വിദേശ സഹായം കൂടുതൽ ലഭിച്ച് സമ്പദ്വ്യവസ്ഥ തിരിച്ചുപിടിക്കാനുള്ള അവസരമാണെന്ന നിലപാടാണ് മഡൂറോ വിരുദ്ധർ അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമായി വിലയിരുത്തുന്നു മറുവിഭാഗം. ഇതിനെ വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് കണ്ണുവെച്ച് മാത്രമാണ് ട്രംപിൻ്റെ നീക്കമെന്നാണ് അവർ പറയുന്നത്. പരമാധികാര രാഷ്ട്ര ഭരണാധികാരിയെ തടവിലാക്കുന്നത് UN നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ഇതിനകം തന്നെ എല്ലാവരും പറയുന്നുണ്ട്. US ഭരണഘടന നിർദ്ദേശിക്കുന്ന വിധം കോൺഗ്രസിൻ്റെ അനുമതി ഇല്ലാതെ ആണ് ട്രംപിൻ്റെ നീക്കം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. US എണ്ണ കമ്പനികൾ വെനസ്വേലയിൽ പണമുണ്ടാക്കും എന്ന ട്രംപിൻ്റെ പ്രസ്താവനയും ഇപ്പോൾ വിവാദത്തിലായിട്ടുണ്ട്. മഡൂറോ നാർക്കോ ഭീകരവാദി എന്ന ട്രംപിൻ്റെ ആരോപണങ്ങൾക്ക് തെളിവിൻ്റെ പിൻബലമില്ല എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. വെനസ്വേലയുടെ പുതിയ നേതൃത്വം ഡെൽസി റോഡ്രിഗസിനും ട്രംപിൻ്റെ ഭീഷണി ഇതിനകം ഉയർന്നിട്ടുണ്ട്. ശരിയായത് ചെയ്തില്ല എങ്കിൽ മഡൂറോയേക്കാൾ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കൊളംബിയയെ ആക്രമിക്കാനുള്ള നല്ല സമയം ഇതാണെന്ന് താൻ കരുതുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. മെക്സിക്കോ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള സാധ്യത ട്രംപ് തള്ളിക്കളയുന്നുമില്ല. ബ്രൂക്ലിനിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെൻ്ററിലാണ് നിക്കോളാസ് മഡൂറോയെ പാർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൊക്കൈൻ കടത്ത് മുതൽ അഴിമതി വരെയുള്ള കുറ്റങ്ങളാണ് അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളെല്ലാം തന്നെ ലോകത്തിന് ലഭ്യമാണ്. ലോകം അതീവ ശ്രദ്ധയോടെയാണ് ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത്. ഇങ്ങനെയൊരു ഭരണാധികാരിയെ മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ പിടിച്ചുകൊണ്ടുപോവുക എന്നത് സമീപകാല ചരിത്രത്തിലൊന്നും ഇല്ലാത്തതാണ്. അങ്ങനെ കാണണം. ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായ കാര്യം എപ്പോഴും അമേരിക്ക എപ്പോഴും എങ്കിലും ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആഭ്യന്തരമായി അവിടുത്തെ കാര്യത്തെക്കുറിച്ചല്ല, ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എപ്പോഴെങ്കിലും വാചാലരാകുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഭയക്കണം. കാരണം അവരുടെ പ്രധാനപ്പെട്ട കയറ്റുമതി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെയും ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും കയറ്റുമതിയാണ്. ഇത് രണ്ടും അവർ കയറ്റുമതി ചെയ്താൽ, ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് കയറ്റി അയച്ചാൽ ആ രാജ്യം ജനാധിപത്യമാവും അതുപോലെ സ്വാതന്ത്ര്യവുമാവും എന്നാണ് അവർ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ചരിത്രം പരിശോധിച്ചാൽ നേരെ തിരിച്ചാണ്. അതായത് അതുവരെ
തരക്കേടില്ലാതെ പോകുന്ന രാജ്യങ്ങളെ ഈ ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കയറ്റുമതി, അമേരിക്ക സങ്കല്പിക്കുന്ന ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കയറ്റുമതിയോടെ ആ രാജ്യത്തെ തന്നെ കുട്ടിച്ചോറാക്കുന്ന സമീപനമാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. സനീഷ്, ഇപ്പോൾ ലിബിയ നോക്കിയാൽ, അല്ലെങ്കിൽ ഇറാഖ് നോക്കിയാൽ, അഫ്ഗാനിസ്ഥാൻ നോക്കിയാലൊക്കെ ഇത് നമുക്ക് കൺമുന്നിൽ കാണാൻ കഴിയും. ഈ കഴിഞ്ഞ 2000-ന് ശേഷം അമേരിക്ക നടത്തിയിട്ടുള്ള ഇത്തരം സകല ഇടപെടലുകളിലും ആ രാജ്യം നാശമായി എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം. ഇത് ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാളുമില്ല. ഇപ്പോൾ 2003 2004 ഒക്കെ ആ കാലത്താണെങ്കിൽ ഈ പറയുന്ന വെനിസ്വേലയുടെ പ്രസിഡൻ്റായിരുന്ന ഹ്യൂഗോ ഷാവേസ്, നമ്മൾ തനിഷ് ഓർമ്മയാണ്, നമ്മളൊക്കെ ഡെസ്കിലിരുന്ന് ആവേശത്തോടെ പല റിപ്പോർട്ടുകളും എഴുതിയിട്ടുള്ളത്. ഷാവേസ് ഈ അമേരിക്കയ്ക്കെതിരെ രൂക്ഷമായി പ്രസംഗിക്കുന്നത്, ആ പറഞ്ഞതിൽ ഒരു വാക്കിൽ പോലും ഒരു വ്യത്യാസമില്ല എന്നുള്ളതല്ലേ തെളിയുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് കാലം തെളിയിച്ചത്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇറാഖിൻ്റെ അധിനിവേശത്തിൻ്റെ കാര്യത്തിൽ അതിലിവിടുത്തെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മികച്ച ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണെന്ന് മാത്രമല്ല ആയുർദൈർഘ്യം എന്തായാലും 65 വയസ്സിന് മുകളിലുണ്ടായിരുന്നു. അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇറക്കുമതി ചെയ്തു, അത് 58 വയസ്സിലേക്ക് ചുരുങ്ങിയ ഒരു ഘട്ടത്തിൽ. പിന്നീട് ഇപ്പോൾ ക്രമാനുഗതമായി പയ്യെ മെച്ചപ്പെടാനുള്ള സാഹചര്യമൊക്കെ ചെറുതായി കാണിക്കുന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ അവിടുത്തെ തകർച്ച എന്ന് പറയുന്നത് നമ്മൾ ഞെട്ടിക്കുന്നതായിരുന്നില്ലേ. ഇപ്പം ലിബിയ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ലിബിയ എന്ന് പറയുന്ന രാജ്യം ആഫ്രിക്കയിലെ നമ്പർ 1 ആയിരുന്നു. മാത്രമല്ല അവിടെ സൗജന്യ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, സൗജന്യ ചികിത്സ ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. കേണൽ ഗദ്ദാഫി പക്ഷേ ഏകാധിപതിയാണ് എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രശ്നം. ഇത് ലിബിയക്കാർക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ പറയുന്നത് അവിടുത്തെ ആ ആഫ്രിക്കയിലെ ഏറ്റവും മികച്ച സാഹചര്യം ഉണ്ടായിരുന്ന രാജ്യത്തെയാണ് പോയി ഇടപെട്ട് ഗദ്ദാഫിയെ പിടിച്ചു കൊന്നു. ഇതിനെല്ലാം ശേഷം എന്താ അവിടെ സംഭവിച്ചിട്ടുണ്ട്? അവിടെ അടിമ വ്യാപാരം നടക്കുന്നു ലിബിയയിൽ. ഏത് അങ്ങനെ കഴിഞ്ഞിരുന്ന ലോകത്ത് മൊത്തം സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ വളരെ പിന്നിലായിരിക്കും. ആ സാഹചര്യത്തിൽ ലോകത്തെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഏതാണ്ട് 53-ാം സ്ഥാനത്ത് വരെ നിന്നിരുന്ന രാജ്യമാണ് ലിബിയ. ആ ലിബിയയിൽ ഇവർ കൊണ്ടുപോയി സ്വാതന്ത്ര്യം ഇറക്കുമതി ചെയ്തതാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ അവസ്ഥ? ഇനി അതുപോട്ടെ, ഈ അഫ്ഗാനിസ്ഥാനിൽ എന്താണ് അവസ്ഥ? അവർ ഈ ആത്യന്തികമായി അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോൾഡ് വാറിൻ്റെ തുടർച്ചയിൽ അവിടെ ഈ സോവിയറ്റ് യൂണിയനിട്ടുള്ള പണി കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ആ കാലത്തുള്ള ലക്ഷ്യം എങ്കിൽ, അങ്ങനെയാണ് നജീബുള്ളയെ അവിടെ തൂക്കിലേറ്റുന്നതെങ്കിൽ അതിനുശേഷം ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അന്വേഷിച്ച് ആലോചിക്കും. അതായത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന, അമേരിക്ക പറയുന്ന സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നത് അങ്ങേയറ്റത്തെ തീവ്ര വലതുപക്ഷവാദികൾക്ക് മാത്രം മനസ്സിലാകുന്ന ജനാധിപത്യവും സ്വാതന്ത്ര്യവുമാണ്. ആ ജനാധിപത്യം നമ്മളിപ്പോൾ ഇസ്രായേലിൻ്റെ ഇടപെടലൊക്കെ ഫലസ്തീനിലെ കൂട്ടക്കുരുതിയൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ ഇസ്രായേലിന് ജയ് വിളിക്കുന്ന കുറേ ആളുകളെ കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഇവിടെ ട്രംപിന് വേണ്ടി ജയ് വിളിക്കുന്ന കുറേ ആളുകളെ. ചിലപ്പോൾ നമുക്കത് മനസ്സിലാക്കുക തന്നെ ഇല്ല, പക്ഷേ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ഈ വലതുപക്ഷ തീവ്രവാദികളാണ് ആ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ആ നിലയ്ക്ക് ഇതിനു വേണ്ടി ജയ് വിളിക്കുന്നത്. ഇപ്പോൾ മഡൂറോയെ അവിടെ എങ്ങനെയാണ് എല്ലാവരും ഇപ്പോൾ ഒറ്റയടിക്ക് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ആകെപ്പാടെ തകർച്ചയായിരുന്നു. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് $3000 തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണക്കുകളാണ് നിരത്തുന്നത്. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? അതായത് അവിടെയുള്ള ഈ ഹ്യൂഗോ ഷാവേസ് പ്രസിഡന്റ് ആവുന്ന അവിടെയുള്ള അമേരിക്കൻ കമ്പനികളോട് ഒന്നുകിലും ഇവിടെ സർക്കാരുമായി സഹകരിച്ച് സഹകരണത്തിലൂടെ, അതായത് ഇതിൻ്റെ സർക്കാരിൻ്റെ പങ്കും കൂടി നൽകിക്കൊണ്ട് ഇവിടെ തുടരുക, അല്ലെങ്കിൽ പുറത്തു പോകാൻ പറഞ്ഞു. ഇവിടെ നിന്ന കമ്പനികൾ തരക്കേടില്ലാതെ പണിയെടുത്ത് പോവുകയും ചെയ്തു. പക്ഷേ അത് പറ്റത്തില്ലാത്ത അമേരിക്കൻ കമ്പനികൾ തിരിച്ചു പോവുക എന്നുള്ളതായിരുന്നു അന്ന് സംഭവിച്ചത്. പക്ഷേ അതിനുശേഷം എന്താണ്, വളരെ ഘട്ടം ഘട്ടമായി അവിടുത്തെ ഏതാണ്ട് 6000-ൽ കിടന്ന ഇത് പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ 12,000-ന് മുകളിലേക്ക് കയറുന്നു. രാജ്യം പയ്യെ വികസിക്കുന്നു, തരക്കേടില്ലാത്ത അവസ്ഥയിലേക്ക് ഏതാണ്ട് എത്തി എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് അമേരിക്ക സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുന്നത്. കാരണം അവർക്ക് എണ്ണയിലാണ് താല്പര്യം, ആ എണ്ണയാണ് അവരുടെ ലക്ഷ്യം. സ്വർണം വലിയ സ്വർണ്ണശേഖരം ഉള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇത് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിനൊറ്റ മാർഗ്ഗം. എന്താണ്, രാജ്യത്തെ അങ്ങ് തകർത്തു, ഇറുക്കി, ചുറ്റും ഉപരോധം തീർത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ കയ്യിൽ ഏലക്കയുണ്ട്, എനിക്കത് കച്ചവടം ചെയ്യാൻ ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ, ഇത് മേടിക്കാനായിട്ട് വേറൊരു മനുഷ്യൻ തയ്യാറാവുന്നില്ലെങ്കിൽ സ്വാഭാവികമായും എൻ്റെ സാമ്പത്തികാവസ്ഥ തകരുകയല്ലേ ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മേടിച്ച് കൊണ്ടുപോകാതിരിക്കാനുള്ള പണി മുഴുവൻ സനീഷ് ചുറ്റും നടന്നെടുക്കുകയും അവിടുന്ന് പുറത്തോട്ടിറങ്ങുന്ന ഒരു സംഗതി പിടിച്ചു വയ്ക്കുകയും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ തകരും. സ്വാഭാവികമായിട്ട് അതാണ് വെനിസ്വേലയിൽ സംഭവിക്കുന്നത്. വെനിസ്വേലയിൽ അത് തകർന്നു. ഈ പറഞ്ഞ 12,000 എന്നുള്ളത് വീണ്ടും 3000-ലേക്ക് താഴ്ന്നപ്പോൾ പ്രതിഷേധം ഉണ്ടായി. എന്നിട്ട് എന്താണ്, മഡൂറോയെ അറസ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെ മഡൂറോയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയതിന് ശേഷം നടന്ന അഭിപ്രായ സർവേയിൽ പോലും മഡൂറോയ്ക്കെതിരെ പറയാൻ 22% പേരേ ഉള്ളൂ. അവിടെ 22% പേർ മാത്രം. ഇപ്പോഴും അവിടുത്തെ ബഹുഭൂരിപക്ഷം പേരും മഡൂറോയ്ക്കൊപ്പം അല്ലെങ്കിൽ ആ പാർട്ടിക്കൊപ്പം നിൽക്കുകയാണ്. അവിടുത്തെ കോടതി അതിനൊപ്പമുള്ള സമീപനം സ്വീകരിക്കുകയാണ്. ഇത് താൽക്കാലികം മാത്രമാണ് മഡൂറോ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് അവിടുത്തെ കോടതി പോലും പറയുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ സ്ഥിതി. പക്ഷേ ഞാൻ കരുതുന്നത്
ചില വിട്ടുവീഴ്ചയ്ക്ക് ഒരുപക്ഷെ വെനിസ്വേല ഈ ഘട്ടത്തിൽ തയ്യാറാകേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. അവരുടെ നയങ്ങളിലും നിലപാടുകളിലും വിട്ടുവീഴ്ചയ്ക്ക് ഒരു പരിധി വരെയെങ്കിലും ചിലപ്പോൾ അവരത് ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ കൂടുതൽ നശിപ്പിച്ചു കളയും. അതെ, ഹർഷൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ അവസാന ഭാഗത്തെ ആ ഒരു സൂചനകൾ നമുക്ക് ഇതിനകം തന്നെ കിട്ടി. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരുന്ന, ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡെൽസി അവരിറക്കിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു അഗ്രസീവായിട്ടുള്ള ടോണല്ല ഉള്ളത്. മഡൂറോയുടെയും സ്വപ്നം, അദ്ദേഹത്തിൻ്റെയും ലക്ഷ്യം ഈ സമാധാനം, ഈ പരസ്പരം മനുഷ്യാന്തസ്സ്, പൗരന്മാരുടെ അന്തസ്സ് പാലിച്ചുകൊണ്ടുള്ള സമാധാനപരമായിട്ടുള്ള സഹജീവനം, അമേരിക്കയോട് വഴക്ക് എന്ന് വെച്ചാൽ അങ്ങനെ അതിനകത്ത് പറയുന്നില്ലെങ്കിലും എല്ലാവർക്കും ഷെയർഡ് ആയിട്ടുള്ള അന്തസ്സ് കൊണ്ടുപോയിട്ടുള്ള ഒരു കാര്യമാണ് വേണ്ടത് എന്ന് ഉള്ള പ്രസ്താവന തന്നെ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് ഹർഷ ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞത്, അതായത് ഇതിനകത്ത് നമ്മൾ കേരളത്തിലടക്കം കാണുന്നത്, ഇപ്പോൾ വെനസ്വേലയിൽ മഡൂറോയെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയപ്പോൾ, ട്രംപ് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവിടെ മഡൂറോക്കെതിരെ വലിയ ആഹ്ലാദ പ്രകടനം നടന്നു. അത് പിടിച്ചത് നന്നായി എന്ന് പറഞ്ഞ് കുറേ ആളുകൾ സന്തോഷിക്കുന്നു എന്ന കാര്യം പല ആളുകളും, ഇവിടുത്തെ പ്രത്യേകിച്ചും റൈറ്റ് വിങ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ നോക്കൂ, നമ്മളിവിടെ ഇത് നമ്മുടെ രാജ്യത്താണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് ഒരു 10% വോട്ടുണ്ട് ഈ നാട്ടിൽ. ഒരു 55%-ലേറെ ആളുകൾ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പക്ഷത്തിന് വോട്ട് ചെയ്ത ആളുകളാണ്. നരേന്ദ്രമോദി അതിശക്തമായിട്ട് രാഷ്ട്രീയമായിട്ട് എതിർക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. ഇപ്പോൾ ഒരു സാങ്കല്പികമായ സീൻ ആലോചിച്ച് നോക്കൂ. ഇതേ സംഭവം നമ്മുടെ നാട്ടിലാണ് സംഭവിച്ചതെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയമായിട്ട് BJPയെയും മോദിയെയും എതിർക്കുന്ന മുഴുവൻ ആളുകളും, അവരിൽ ബഹുഭൂരിപക്ഷ ആളുകളും അമേരിക്കയെ എതിർക്കും. ഞങ്ങളുടെ നേതാവിനെ, ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ, ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ ഇങ്ങനെ വന്ന് രാത്രിക്ക് രാത്രി എടുത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോയാൽ എന്താ സംഭവിക്കുക? ദേശാഭിമാനികളായിട്ടുള്ള, സ്വന്തം ദേശത്തോട് അഭിമാനമുള്ള മുഴുവൻ ആളുകളും അവർ ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ എതിർത്ത് നിൽക്കുന്നവരായിരിക്കാം. ഞാൻ എതിർക്കും. ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയെ കൊണ്ടുപോകാൻ, എൻ്റെ പ്രധാനമന്ത്രിക്ക് മേൽ ഇമാതിരി ഒരു അഗ്രസീവ്നെസ് നടപ്പാക്കാൻ നിങ്ങൾക്കെന്ത് അധികാരം അമേരിക്ക എന്ന് അവരോട് ചോദിക്കും. പക്ഷേ കുറച്ചാളുകൾ യഥാർത്ഥത്തിലുള്ള സ്വദേശാഭിമാനത്തെ, ദേശാഭിമാനത്തെ, രാഷ്ട്രസ്നേഹത്തെ ശരിക്കും അനുഭവിച്ചറിയാത്ത ചില ആളുകളെങ്കിലും നരേന്ദ്രമോദി അവരുടെ രാഷ്ട്രീയ എതിരാളി ആയതുകൊണ്ട് മാത്രം ഇതിൽ ആഘോഷിക്കും, കയ്യടിക്കും, ആഹ്ലാദിക്കും. കൊണ്ടുപോയല്ലോ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കും. അങ്ങനെയുള്ള കുറച്ചാളുകൾ, അവർ യഥാർത്ഥ ദേശസ്നേഹികളല്ല, അവരുടെ ഉള്ളിൽ യഥാർത്ഥ രാഷ്ട്രീയമല്ല ഉള്ളത്. അവരുടെ രാഷ്ട്രത്തെക്കാൾ കൂടുതൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷത്തിനാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തലിനാണ് വില കൽപ്പിക്കുന്നതെന്നാണ് അതിനർത്ഥം. ഇവിടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ സ്വന്തം ആത്മാഭിമാനത്തിൽ വിശ്വസിക്കുന്ന ഏത് രാജ്യത്തും അവരുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചോളാം. ഞങ്ങളിവിടെ പരിഹരിക്കാം. ഞങ്ങളുടെ നേതാവിനെതിരെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്തിട്ടോ അല്ലാതെയോ സമരം നടത്തിയോ ഞങ്ങൾ ഈ പാഠം പഠിപ്പിക്കുകയും ഞങ്ങളിവിടെ പരിഹരിച്ചോളാം. അതിൽ അമേരിക്ക ഇങ്ങോട്ട് വരണ്ട എന്ന നിലപാടേ സ്വീകരിക്കൂ. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ വെനസ്വേലയിലെ ബഹുഭൂരിപക്ഷ ആളുകളും സ്വീകരിച്ചിരിക്കുന്നത്. ഹർഷം പറഞ്ഞില്ലേ, 22% ആളുകൾ മാത്രമേ ഉള്ളൂ. അതും കൃത്യമായിട്ടുള്ള കണക്കല്ല. ഒരുപക്ഷെ അതിലും കുറഞ്ഞ ആളുകൾ മാത്രമേ അവിടെ ഈ പറയുന്ന ചിയർ ലീഡറായിട്ട് ചില ചിയേഴ്സ് വിളിക്കുകയുള്ളൂ ട്രംപിന് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ നമ്മൾ ട്രംപിനെ കാണും, നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിലെ കാര്യങ്ങൾ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കച്ചവടമുള്ള എല്ലാ പരിപാടിയിലും ഇവരുണ്ടാകും, ഈ അമേരിക്ക ഉണ്ടാകും. അതായത് ഇവർക്ക് ജനാധിപത്യവും, അവർക്ക് പരിപാടി, അവരുടെ ബിസിനസ് നടക്കണം. ഇവിടെ വെനസ്വേലയിൽ എണ്ണ സമ്പത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ ഈ പരിപാടിക്ക് പോകുന്നില്ല. അപ്പോൾ അത് നേരത്തെ മുതൽ തന്നെ അങ്ങനെയാണുള്ളത്. ഇപ്പോൾ അമേരിക്കക്കകത്ത് തന്നെ ആരൊക്കെയാണ്? കമലാ ഹാരിസ്, AOC, അലക്സാൻഡ്രിയ ഒക്കേഷ്യോ-കോർട്ടസ്, ബേണി സാൻഡേഴ്സ്, പിന്നെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് എന്നിങ്ങനെ ലോകവ്യാപകമായിട്ട് വലിയ എതിർപ്പാണ്. അമേരിക്കക്കകത്ത് തന്നെ സീസൺഡ് ആയിട്ടുള്ള എത്രയോ പൊളിറ്റീഷ്യൻസ് ഈ ചെയ്തത് മോശമാണ് എന്ന കാര്യം പറയുന്നു. അവർക്ക് അനുഭവം ഉള്ളതാണ്. ഇതിങ്ങനെ എല്ലായിടത്തും ചെന്ന് ലോക പോലീസ് കളിച്ചിട്ട് വിയറ്റ്നാം അവരോട് നിർത്തിപ്പൊരിക്കുകയാണ് ചെയ്തത്. ചെറിയൊരു രാജ്യം, അവരെ ഭൂമിയിൽ കുഴികളുണ്ടാക്കിയിട്ട് ഇവരോട് പോരാടി, എന്നിട്ട് വമ്പൻ തിരിച്ചടിയിലായിട്ട് അമേരിക്ക നാണം കെട്ട് ലോക ചരിത്രത്തിലേക്ക് ഏറ്റവും വലിയ നാണക്കേടിൻ്റെ ചരിത്രവുമായിട്ടാണ് അവർ തിരിച്ചു പോയത്. ഇവിടെ ഇപ്പോൾ പക്ഷേ അതങ്ങനെ സാധിക്കാത്തത് കൊണ്ട് വെനസ്വേല അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന മട്ടിലുള്ളൊരു പ്രസ്താവന അവരുടെ ഭാഗത്ത് വന്നിരിക്കുന്നു എന്ന് കാണുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ മലയാളികളടക്കം ഇതിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതും അല്ലെങ്കിൽ എതിർക്കുന്നതും വലിയ പരിഹാസം കൂടെ ഞാൻ പല സ്ഥലത്ത് കണ്ടു. നമ്മൾ അമ്മ അറിയാമെന്ന് പറയുന്ന ജോൺ അബ്രഹാമിൻ്റെ പടം കണ്ടാൽ നമുക്കറിയാം. അതായത് അതിനകത്ത് ഫ്രീ നെൽസൺ മണ്ടേല എന്ന മുദ്രാവാക്യം വിളികൾ പലയിടത്ത് കാണിക്കുന്നുണ്ട്. ഇത് കേരളത്തിൻ്റെ ചരിത്രമാണ്. ഇപ്പോൾ ഒരുപക്ഷേ ഇപ്പം പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷക്കാരാണല്ലോ കൂടുതലായിട്ട് വെനസ്വേലയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പരസ്യമായിട്ട് പ്രകടനത്തിനിറങ്ങുന്നത്. ഒരുപക്ഷെ അവരെ ഇക്കാര്യത്തിൽ കളിയാക്കാൻ വരുന്ന മുൻപന്തിയിലുണ്ടാകുന്ന ആയിരിക്കുമായിരുന്നു ആര്? നമ്മുടെ ജോയ് മാത്യു, സിനിമാടൻ ജോയ് മാത്യു. ഈ ജോയ് മാത്യു ആണ് അമ്മ അറിയാൻ സിനിമയിലെ നായകൻ, അറിയാമല്ലോ. ജോയ് മാത്യു ആണ് അതിനകത്ത് ഫ്രീ നെൽസൺ മണ്ടേല എന്ന മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളിൽ ഒരാൾ. അതായത് അപ്പോൾ നമ്മുടെ ചരിത്രം, മലയാളികളുടെ ചരിത്രം, മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന ആളുകളാണ്. എല്ലാ ഭാഗത്തും മലയാളികളുണ്ട്. സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ചിട്ട് ഇത്രയൊന്നും മാധ്യമ സാന്ദ്രതയില്ലാത്ത കാലത്ത്, ഇത്രയൊന്നും മാധ്യമ സാന്ദ്രതയില്ലാത്ത മാസങ്ങൾ കഴിഞ്ഞ് മാത്രം വിദേശ വിവരങ്ങൾ കിട്ടുന്ന സമയത്ത് പോലും സ്വന്തം അഭിപ്രായങ്ങൾ രൂപീകരിച്ച് നിലപാടുകൾ വ്യക്തമാക്കുന്ന രാജ്യമാണ് ഇന്ത്യ.
അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കേരളം. സ്വാഭാവികമായിട്ടും ഇവിടെ ആ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ പരിഹസിക്കുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ വെനസ്വേലക്കാർ പിടിച്ചുകൊണ്ടുപോയാൽ, വെനസ്വേലക്കാരൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയാൽ അവിടെ നിന്ന് ട്രംപിന് കൈയടിക്കുന്ന വെനസ്വേലക്കാരുണ്ടല്ലോ, ഏത് ഈ പിന്തിരിപ്പന്മാരായിട്ടുള്ള ആ ചെറിയ ശതമാനം ആളുകളിലെ ഒരു കൂട്ടമായിട്ട് കണ്ടാൽ മതി. മൺറോ സിദ്ധാന്തം ഇത് കേട്ടിട്ടില്ലേ? അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ യൂറോപ്യൻ കോളനിവൽക്കരണം തടയാൻ ലക്ഷ്യമിട്ട് 1823 അന്നത്തെ US പ്രസിഡന്റ് ജെയിംസ് മൺറോ പ്രഖ്യാപിച്ച വിദേശ നയമായിരുന്നു അത് പക്ഷേ അമേരിക്കയുടെ ആധിപത്യത്തിലുള്ള ന്യായീകരണ സിദ്ധാന്തമായി മാറുന്നതാണ് ലോകം പിന്നീട് കണ്ടത്. കടന്നുകയറ്റങ്ങളുടെ ചരിത്രം പേറുന്ന അമേരിക്ക ട്രംപിൻ്റെ താൽപ്പര്യ സംരക്ഷണത്തിനായി മൺറോ സിദ്ധാന്തം പുനരുജ്ജീവിപ്പിച്ചതാണ് വെനസ്വേലയിലെ ഇടപെടൽ എന്ന് വിലയിരുത്തുന്നവർ ഏറെയാണ്. അത് വെനസ്വേലയിൽ മാത്രമായി ഒതുങ്ങാനും സാധ്യതയില്ല. ഇനിയും പരമാധികാര രാഷ്ട്രങ്ങളെ ലക്ഷ്യമിട്ട് ട്രംപും അമേരിക്കൻ സേനയും ഇറങ്ങിയേക്കാം. അന്താരാഷ്ട്ര നിയമങ്ങളെ കീഴ്മേൽ മറിച്ചുകൊണ്ടുള്ള ആ നീക്കത്തെ ലോകം ഒറ്റക്കെട്ടായി നിന്നാലല്ലാതെ മറ്റൊരു തരത്തിലും നേരിടാനാകില്ല. ഇന്നത്തെ ആർഡിഎക്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.